രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഫസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ എടുത്തത് കാരേറ്റാണ്. കാരേറ്റിൽ ആർഷയും മഞ്ജുവും ഒരു ചായക്കടയിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാനും ബിന്ദുവും ഒരുമിച്ചാണ് യാത്ര തുടർന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയത് കാരേറ്റിൽ വെച്ചായിരുന്നു. അടുത്ത് ഞങ്ങൾ സ്റ്റോപ്പ് എടുത്തത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ കാർത്തിക എന്ന് പറയുന്ന ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ കോന്നി വഴിക്കാണ് നമ്മൾ യാത്ര തുടർന്നത്. നല്ല കാട്ടു റൂട്ടായിരുന്നു. പത്തനംതിട്ട കോന്നിയിൽ നിന്ന് പിന്നെ നേരെ മുണ്ടക്കയം, എരുമേലിയും മുണ്ടക്കയം വഴി കയറുന്ന നല്ല രസമുള്ളൊരു റൂട്ടായിരുന്നു. മഴ കൂടെ പെയ്തതുകൊണ്ട് നല്ല പച്ചപ്പുണ്ടായിരുന്നു. പിന്നെ റോഡിലുമൊക്കെ നല്ല എന്താ പറയാനാ, മഴ പെയ്തതിൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ നല്ല ഉള്ളൊരു യാത്രയായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ യാത്ര. പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തു. അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുണ്ടക്കയത്താണ് ഞങ്ങൾ വച്ചേക്കുന്നത്. മുണ്ടക്കയത്താണ് കൊച്ചി ടീംസ് കൂടെ നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്. പിന്നെ ആ പോകുന്ന വഴിക്കാണ് പെരുവന്താനം. ഈ കുട്ടിക്കാനം റൂട്ട് പോകുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന റൂട്ടാണ്. മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനം കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു സ്പോട്ട്. പാഞ്ചാലിമേടിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ അകത്തോട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകണം. എല്ലാവരും ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഏറ്റവും ബാക്കിൽ. ഞാൻ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല കോടയുണ്ടായിരുന്നു. കാരണം മഴയുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പ്രകൃതി നല്ല രീതിയിൽ ആസ്വദിച്ച് പോയ ഒരു റൈഡെന്ന് പറയാം. കുറച്ച് നാളത്തെ എൻ്റെ ഗ്യാപ്പിന് ശേഷം ഉണ്ടായിരുന്ന ഒരു റൈഡ് കൂടെ ആയതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മാസത്തോളം ഞാൻ വേറെ ഒരു ലോങ് റൈഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു ലോങ് റൈഡെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ നാടിൻ്റെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കിയിൽ എത്രത്തോളം നമ്മൾ കണ്ടാലും തീരാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇനിയും എനിക്ക് ഒന്നും ആയിട്ടില്ല. ഏകദേശം ഒരു പോയിൻ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഇടുക്കി എന്നത്. അപ്പം ബാക്കിയുള്ളതും കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇറങ്ങിയത്. ഞങ്ങൾ ബൈക്കെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ പാഞ്ചാലിമേടിൻ്റെ അകത്തോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് ഇതുണ്ട്, ടിക്കറ്റുണ്ട്. ടിക്കറ്റ് എടുത്ത് വേണം നമുക്കകത്ത് കയറാൻ. അങ്ങനെ അത് ഞാൻ പറയിപ്പിച്ചോളാം. ടിക്കറ്റ് റേറ്റ് വരുന്നത് 25 രൂപയാണ് ഒരാൾക്ക്. കുറേ നമുക്ക് മേളിലോട്ട് നടക്കാനുണ്ട്. മുമ്പൊന്നും ഈ പറയുന്ന സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് മുന്നേ പോകുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് വരെ, അതായത് ആ പാഞ്ചാലി കുളത്തിൻ്റെ ആ ഒരു കുഞ്ഞു കിണറായിരുന്നു. ഇപ്പോൾ അതിനെ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. അതുവരെ നമുക്ക് നടന്നല്ല ബൈക്ക് തന്നെ കൊണ്ടുപോകാണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് എൻട്രൻസിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ നടക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഓരോരുത്തരും ഓരോ വഴിക്ക് പോയ ഒരു ടൈമായിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ എന്താ പറയാനാ, വഴിയിൽ ഇടയ്ക്ക് കണ്ട കാട്ടിനകത്തൊക്കെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മീൻസ് 2 ടീമും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് നടന്നിട്ട് ഒരു ഇത്ര മണിയാകുമ്പോൾ നമ്മൾ താഴെ വരാനെന്നുള്ളൊരു പ്ലാനോട് കൂടെയായിരുന്നു ഈ റൈഡ് പിന്നെ പാഞ്ചാലിമേടിന്ന് ഞങ്ങൾ മേളിലോട്ട് കയറിയത്. എന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ഓരോ സ്ഥലങ്ങളും എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഈ കോടയും അതുപോലെ തന്നെ ചീവിടിൻ്റെ ശബ്ദമൊക്കെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു എന്ന് പറയാം ഈ ഒരു റൈഡ്. എന്താ പറയാനാ, മഴ കൂടെ ഉള്ളത് കൊണ്ടാവാം റൈഡ് ഇത്രത്തോളം എന്താ പറയാനാ ഭയങ്കര രസമായിരുന്നത്. ഞങ്ങൾ ഏകദേശം 8-10 വണ്ടികളുണ്ടായിരുന്നു നമ്മുടെ ഈ റൈഡിൽ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുക്കിയിലെ ഒത്തിരി വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇടുക്കി സത്യം പറഞ്ഞാൽ ഒരിക്കലും കണ്ടാലും തീരാത്ത പുതിയ സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും ഇടുക്കി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്.
മലയും മഞ്ഞും അതുപോലെ തന്നെ വാട്ടർഫോൾസുകളും ഒക്കെ കാണണമെങ്കിൽ ഇടുക്കിയിൽ തന്നെ നമ്മൾ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇടുക്കിയിലായിരിക്കും ഏറ്റവും കൂടുതൽ. എങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനുമായി വീണ്ടും വരാം. ബൈ ബൈ.